ബേബി ഗേൾ ഇന്നലെ റിലീസായ സിനിമയാണ്. ഈ സിനിമ കൊമേഴ്സ്യലി ഏറ്റവും വലിയ ദുരന്തമായി ഈ വർഷം ഇറങ്ങിയ സിനിമകളിലൊന്നാണ്. നിവിൻ പോളിയുടെ അതിന് മുമ്പ് ഇറങ്ങിയ സിനിമ സർവമായ 147 ഏകദേശം 150 കോടിക്കടുത്ത് കളക്ഷൻ നേടി ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴാണ് ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത്. ഇത് പ്രൊഡ്യൂസർ ലിസി സ്റ്റീഫനാണ്. ടോപ്പ് പ്രൊഡ്യൂസർ ആയിട്ടും അതാണ് സിനിമയുടെ ഒരു മാജിക്കാണ്. ടോപ്പ് പ്രൊഡ്യൂസറും ടോപ്പ് ഡയറക്ടറും ടോപ്പ് ആക്ടറും എത്തിയിട്ട് മാത്രം കാര്യമില്ല, നല്ല കഥയും നല്ല രീതിയിലുള്ള സംവിധാനവും എല്ലാവരും ഒത്തുവരുമ്പോഴാണ് സിനിമ ഒരു മാജിക്ക് പോലെ ഗംഭീരമാകുന്നത്. അന്നേരം മോഹൻലാൽ പറയുന്ന പോലെ ഇതെല്ലാം മാജിക്കാണ്, ഒരു പ്രത്യേകത മാജിക്കാണ്. അതുകൊണ്ട് ഈ സിനിമ കേരളത്തിൽ ഏകദേശം 50 ലക്ഷം രൂപ 50 മുതൽ 80 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കേരളത്തിൽ കളക്ഷൻ നേടിയിട്ടുള്ളൂ. 1 കോടിക്കടുത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ കളക്ഷൻ നേടിയിട്ടുള്ളൂ. വളരെ പരിതാപകരമായ കളക്ഷനാണ്. പ്രത്യേകിച്ച് നിവിൻ പോളി എന്ന് പറയുന്ന താരത്തിന് ഇത്രയും ഫാൻസ് ഉള്ളൊരു താരവുമാണ്. നിവിൻ പോളി അപേക്ഷിച്ച് ഇത് വളരെ മോശമായ ഒരു കളക്ഷനാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു സൂപ്പർ മെഗാ ഹിറ്റ് അടിച്ചിരിക്കുമ്പം ബേബി ഗേളിന്റെ പരാജയം അതൊരു പരാജയം തന്നെയാണ്. അടുത്ത ചിത്രങ്ങളൊക്കെ ഗംഭീരമാകട്ടെ നമുക്ക് ആശംസിക്കാം.